أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واحلل عقدة من لساني يفقه قولي واجعل لي وزيرا من أهلي هارون أخي اشدد به أزري وأشركه في أمري كي نسبحك كثيرا ونذكرك كثيرا إنك كنت بنا بصيرا. ഏറെ ആദരണീയരായ സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ രക്ഷയും കാവലും അനുഗ്രഹവും നമ്മിൽ ഓരോരുത്തരിലും സദാസമയവും ഉണ്ടാകുമാറാട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഴയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ട് നാട്ടിൽ. അള്ളാഹു കൂടുതൽ പ്രയാസമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഉപകാരപ്രദമായ വിധത്തിൽ മഴ നൽകപ്പെടാൻ അള്ളാഹു അതിനുള്ള അനുഗ്രഹം ചെയ്ത് നമ്മുടെ നാടിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ ലോകത്ത് പലതരത്തിലുള്ള പരീക്ഷണങ്ങളും യുദ്ധകൊതിയന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ, അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് അള്ളാഹു സമാധാനം നൽകി, ശാന്തത നൽകി, അത്തരത്തിലുള്ള ചിത്രശക്തികളിൽ നിന്ന് നമ്മെ ഓരോരുത്തരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 9-ാമത് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 27-ാമത്തെ ആയത്ത് മുതൽക്കാണ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ കഥകളാണ്, ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനിയും അദ്ദേഹത്തിന്റെ പ്രാർത്ഥന തുടരുകയാണ്. പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ അള്ളാഹുവിനോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എന്റെ നാവിൽ നിന്ന് നീ കെട്ടഴിച്ച് തരണമേ, ജനങ്ങൾ എന്റെ സംസാരം മനസ്സിലാക്കേണ്ടതിന്. ഉഖ്ദത്തുൻ കെട്ട്, യഫ്ഖഹു അവർ മനസ്സിലാക്കുന്നു. ഈ രണ്ട് പദങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. എല്ലാ പദങ്ങളും കൂടെ നമ്മൾ ഒന്നും കൂടെ പരിശോധിച്ചാൽ വഹ്ലുൽ നീ അഴിച്ചു തരികയും ചെയ്യണമേ എന്നാണ് അതിന്റെ അർത്ഥം. വഹ്ലുൽ ഹല്ലിൻ എന്ന് പറഞ്ഞാല് ഒരു പ്രശ്നം പരിഹരിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അടിച്ചു തരിക, ഒരു പ്രശ്നം അത് കെട്ടടിച്ചു തരിക. വഹ്ലുൽ നീ കെട്ടടിച്ചു തരണമേ. ഉഖ്ദത്തുൻ കെട്ട്, തടസ്സം, ഉഖ്ദത്ത്.
ഐന് കാഫ്. മിൻ നിന്ന് അറിയാം. ലിസാനി എന്റെ നാവിന്റെ. ലിസാനിൻ എന്നതിന് ഭാഷ എന്നും സംസാരം എന്നും ഒക്കെ അർത്ഥമുണ്ട്. കഴിഞ്ഞ സൂറത്ത് റൂം പഠിച്ചാണ്. സൂറത്ത് റൂം പഠിച്ചപ്പോ നമ്മളത് വിശദമായിട്ട് പരിശോധിച്ചു പോയതാണ്. ഇത്രയാണ് ഇതിലുള്ള വാക്കുകൾ. അള്ളാഹുവിനോട് മൂസാ നബി അലൈഹിസ്സലാം വീണ്ടും ആവശ്യപ്പെടുന്ന കാര്യം, എന്റെ നാവിനുള്ള കെട്ടിക്കുടുക്ക് അഴിച്ചു തരണേ. എന്തിനാണത്? യഫ്ഖഹു, അവർ ഗ്രഹിക്കാനാണ്. ഫാ, ഖാഫ്, ഹാ, അതിൽ നിന്നാണ് സാധാരണ ഫിഖ് എന്ന വാക്കൊക്കെ വന്നത്. അതിൽ നിന്നാണ് യഫ്ഖഹു, അവർ മനസ്സിലാക്കാൻ, അവർ ഗ്രഹിക്കാൻ വേണ്ടി എന്നാണ് അതിന്റെ അർത്ഥം. ഖൗലി, എന്റെ സംസാരം, എന്റെ വാക്ക്. നോക്കാം നമുക്ക്. ഇത് സംബന്ധമായിട്ട് അമാനി മൗലവി തഫ്സീറിൽ എഴുതിയ വിഷയം ഒന്ന് വായിച്ചു പോകാം. അദ്ദേഹം വിശദീകരിക്കുന്നു, ബൈബിളിൽ ഇത് സംബന്ധിച്ച് പറയുന്നതിന്റെ ചുരുക്കം ഇതാണ്: മൂസാ നബിക്ക് ജന്മനാൽ തന്നെ സംസാരത്തിൽ വിക്കും കൊഞ്ഞയും ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം ഒരു സഹായകനെ ആവശ്യപ്പെട്ടു. നാവിന് ശക്തി കൊടുക്കാമെന്ന് കർത്താവ് പറഞ്ഞു. മൂസ വീണ്ടും അപേക്ഷിച്ചു. കർത്താവ് കോപിച്ചുകൊണ്ട്, ഹാറൂനെ നിശ്ചയിച്ചു തരാമെന്നും അവൻ നിന്നെ സന്ദർശിക്കുവാൻ വരുന്നുണ്ടെന്നും അവൻ നിന്റെ നാവും നീ അവന്റെ നേതാവുമാകണമെന്നും പറഞ്ഞു എന്ന് പുറപ്പാട് 4-ാം അധ്യായത്തിലെ 10 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ കാണാവുന്നതാണ്. ഇതിൽ ചെറിയ പെശകുണ്ട്. ചില സംഗതികൾ ശരിയാണ്, എന്നാൽ ചില പെശകുണ്ട്. എന്താണത്? ഇതിൽ കർത്താവ് അഥവാ അള്ളാഹു കോപിച്ചു എന്നും കോപിക്കത്തക്കവണ്ണം മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനെ നിർബന്ധിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കുവാൻ നിവൃത്തിയില്ല. ഖുർആൻ ആ കാര്യത്തെ ഖുർആൻ അനുകൂലിക്കുന്നില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ചു പോകുന്നുണ്ട്. അതേപോലെ അമാനി മൗലവിയുടെ വിശദീകരണത്തിൽ ഉള്ള ബാക്കി കാര്യങ്ങൾ കൂടെ വായിച്ചിട്ട് നമുക്ക് മറ്റു വിശദീകരണങ്ങളിലേക്ക് പോകാം. അതെന്താണ്? ഏതായാലും മൂസ അലൈഹിസ്സലാം നബിക്ക് സംസാര വൈഭവം കുറവായിരുന്നുവെന്നും അദ്ദേഹത്തെക്കാൾ നാവോട്ടവും സംസാര സാമർഥ്യവുമുള്ള ആളായിരുന്നു ഹാറൂൻ അലൈഹിസ്സലാം എന്നും തീർച്ചയാണ്. ഇത് ഖുർആനും തൗറാത്തും വ്യക്തമായി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. സ്വസഹോദരൻ എന്ന നിലക്കും ഹാറൂൻ അലൈഹിസ്സലാം തന്റെ കൂടെ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഖുർആനിൽ ഹാറൂൻ അലൈഹിസ്സലാമെ കുറിച്ച് ഹുവ അഫ്സഹു മിന്നി ലിസാനൻ, സൂറത്തുൽ ഖസസിൽ അവൻ എന്നേക്കാൾ വ്യക്തമായി സംസാരിക്കുന്നവനാണ്. അഫ്സഹുൻ, വ്യക്തമായി സംസാരിക്കുന്നവനാണ് എന്നും വലാ യന്തലിഖു ലിസാനി, സൂറത്ത് ശുആറയിൽ എന്റെ നാവോടുകയില്ല, വലാ യന്തലിഖു ലിസാനി, എന്റെ നാവോടുകയില്ല എന്നും മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ 2 പരാമർശം മൂസാ നബി അലൈഹിസ്സലാം നടത്തിയിട്ടുണ്ട്. ഫിറഔൻ ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാമെ പറ്റി പറഞ്ഞത് വലാ യകാദു യുബീൻ, അവൻ വ്യക്തമായി സംസാരിക്കുക പോലുമില്ലല്ലോ. അങ്ങനെ ഒരാളാണോ എന്റെ അടുക്കലേക്ക് പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞയച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പൂർവകാലത്ത് അഥവാ ഫറോവയുടെ കൊട്ടാരത്തിൽ കഴിയുന്ന കാലഘട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാമയെ അയാൾക്കറിയാം അദ്ദേഹം മൂസാ നബി സംസാരത്തിൽ വിക്കുള്ള ആളാണ് എന്ന്. അതുകൊണ്ട് ആ കാര്യം ചോദ്യം ചെയ്തുകൊണ്ട് ഫറോവ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, വലാ യകാദു യുബീൻ, വ്യക്തമായി സംസാരിക്കാൻ പോലും അറിയാത്ത ആളല്ലേ ഈ മൂസ എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു? മൂസാ നബി അലൈഹിസ്സലാമക്ക് നാവിനുള്ള കെട്ട് എന്താണ്, ആ കെട്ടുകൊടുക്ക് എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി.
മൂസാ നബി അലൈഹിസ്സലാം തന്റെ സഹോദരനെ പറ്റി അദ്ദേഹം അഫ്സഹാണ്, വ്യക്തമായി സംസാരിക്കുന്നവനാണ്. സ്വന്തത്തെ പറ്റി ലാ യന്തലിഖു ലിസാനി, എന്റെ നാവ് ഓടുകയില്ല, നാവ് കൃത്യമായി അനായാസം ചലിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വിക്കുണ്ടായിരുന്നു, കൊഞ്ഞുണ്ടായിരുന്നു, കെട്ടിപ്പിടുക്കുണ്ടായിരുന്നു, കൃത്യമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നാവിനെ സംബന്ധിച്ച്, സംസാരത്തെ സംബന്ധിച്ച്, നാവ് കൊണ്ടുള്ള മറ്റു പല ഉപയോഗങ്ങളെ സംബന്ധിച്ചും നമ്മൾ ഒരുപാട് തവണ പറഞ്ഞു പോയതാണ്. വീണ്ടും അത് കുറെ ആവർത്തി ഇവിടെ പറയേണ്ടതില്ലല്ലോ. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്, ശ്രദ്ധിക്കുക. നുത്തു എന്ന് പറയുന്നത്, സംസാരം എന്ന് പറയുന്നത്, അതുള്ള ഒരു ജീവിയാണ് മനുഷ്യൻ. നുത്തുള്ള, സംസാരിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ. അത് വലിയ ഫദീലത്തിന്, അദീമത്തിന്, ഒരു വലിയ വമ്പിച്ച അനുഗ്രഹമാണ് സംസാരശേഷി എന്ന് പറയുന്നത്, അല്ലേ? ഖുർആൻ തന്നെ പറഞ്ഞു, ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു, അവന് ബയാൻ പഠിപ്പിച്ചിരിക്കുന്നു. ബയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിശദീകരണം, കാര്യങ്ങളെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഒരാളോട് ചോദിച്ചന്വേഷിക്കുക, ഒരാളോട് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു കൊടുത്തുകൊണ്ട്, ചോദിച്ചറിഞ്ഞുകൊണ്ട് തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള കഴിവുകൾ മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇത്തിഫാഖുൽ അലാ തഅദീമി അംരിൽ ലിസാൻ, മനുഷ്യന്റെ നാവിന്റെ വിഷയം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും വമ്പിച്ച കാര്യം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിലെ, അവനുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ അവയവം എന്ന് പറയുന്നത് നാവാണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഒരു കവി പറഞ്ഞത് ഇങ്ങനെയാണ്, ലിസാനുൽ ഫത്താ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു ഫലൻ യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. മനുഷ്യന്റെ നാവ് നിസ്ഫുൻ. ഒരു ചെറുപ്പക്കാരന്റെ, ആ ഒരു ചെറുപ്പക്കാരന് ഒരു പൂർണ്ണത എത്തിയ ഒരു മനുഷ്യനെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ അവന്റെ നാവ് അവന്റെ പകുതി വരുന്നുണ്ട്. വനിസ്ഫുൻ ഫുആദുഹു, രണ്ടാമത്തെ അവന്റെ പകുതി എന്ന് പറയുന്നത് അവന്റെ ചിന്താശേഷിയാണ്. ഫുആദ്, ഹൃദയത്തെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു, പകുതി നാവും പകുതി അവന്റെ ബുദ്ധിയും വിവേകവുമാണ്. ഇത് രണ്ടുമാണ് ഒരാളെ മനുഷ്യനാക്കുന്നത്. ബാക്കിയൊക്കെ എന്താ ശരീരത്തിലുള്ളത്? ഫലൻ യബ്ഖ ഇല്ലാ സൂറത്തുൽ ലഹ്മി വദ്ദമി. നാവ് കഴിഞ്ഞ് അതേപോലെ അവന്റെ ഹൃദയവും കടിച്ചാൽ പിന്നെ അവന്റെ ശരീരത്തിലുള്ള ബാക്കിയൊക്കെ വെറുതെ കുറെ ഇറച്ചിയും കുറെ രക്തവുമാണ് മാത്രമാണ്. ചോരയും ഇറച്ചിയുമല്ലാതെ മറ്റൊന്നും തന്നെ അവന്റെ ശരീരത്തിലില്ല എന്ന് പറയാറുണ്ട്. അപ്പോ മനുഷ്യന്റെ നാവിനുള്ള പ്രത്യേകത, അതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് ഈ കവിതയിൽ ചെയ്തത്. അൽമർഉ ബിഅസ്റൈഹി ഖൽബുഹു വലിസാനുഹു എന്ന് പറയാറുണ്ട്. ഒരു മനുഷ്യനാകുന്നത് അവന്റെ ശരീരത്തിലെ ഏറ്റവും ചെറിയ രണ്ട് അവയവങ്ങൾ കൊണ്ടാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. അതൊന്ന് കൽബാണ്, അവന്റെ ഹൃദയമാണ്. മറ്റൊന്ന് വലിസാനുഹു, അവന്റെ നാവുമാണ്. ഈ രണ്ട് സംഗതികളെയാണ് ഒരു മനുഷ്യനാക്കുന്നത്, അവൻ പ്രത്യേകമാക്കപ്പെടുന്നത് എന്ന്. അൽമർഉ മഖ്ബൂഉൻ തഹ്ത ലിസാനിഹി എന്നും പറയാറുണ്ട്. മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒളിഞ്ഞു കിടക്കുകയാണ്, മറഞ്ഞു കിടക്കുകയാണ്. എവിടെയെന്നറിയോ? അവന്റെ നാവിന്റെ അടിയിൽ. നാവിന്റെ അടിയിൽ ഒളിഞ്ഞിരിക്കുകയാണ് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. അവന്റെ നാവ് പുറത്തേക്കെടുത്താൽ അവനെ തിരിച്ചറിയാം, അവൻ ആരാണ് എന്ന്, അവന്റെ സ്വഭാവം എന്താണ് എന്ന്,
അവൻ എങ്ങനെയുള്ളവനാണ് എന്ന് തിരിച്ചറിയാൻ അവന്റെ നാവൊന്ന് പുറത്തേക്ക് എടുത്താൽ മതി. ആ നാവിട്ടടിക്കുമ്പോ, നാവ് കൊണ്ട് സംസാരിക്കുമ്പോ ഒക്കെ അവനെ തിരിച്ചറിയാൻ, ആ മനുഷ്യരെ തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറയാറുണ്ട്. അപ്പൊ അത്ര പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാവിന് ലിസാനിന് തന്നെയാണ് നമ്മൾ പറഞ്ഞു ഭാഷ എന്ന അർത്ഥം വരുന്നത്. പ്രത്യേകിച്ച് ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ സൂറത്ത് മറിയമിൽ കാണാം, ഈ ഖുർആൻ നിന്റെ ഭാഷയിൽ ബിലിസാനിക, നിന്റെ ഭാഷയിൽ നാം ലളിതമാക്കി തന്നിരിക്കുന്നു. ധർമ്മനിഷ്ഠയുള്ളവർക്ക് ഇത് മുഖേന നീ സന്തോഷവാർത്ത നൽകുവാനും മർക്കട മുഷ്ടിക്കാരായ ആളുകൾക്ക് ഇത് മുഖേന നീ താക്കീത് നൽകുവാനും വേണ്ടി മാത്രമാകുന്നു ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന്. അപ്പോ നിന്റെ ഭാഷയിൽ എളുപ്പമാക്കി തന്നിരിക്കുന്നു. അതേപോലെ ആ ലിസാന്, നാവ് തന്നെ, നിന്റെ നാവിന് എളുപ്പമുള്ള കാര്യമാണ്. നമുക്ക് വളരെ ലളിതമായി പാരായണം ചെയ്യാൻ കഴിയുന്ന, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാൻ പറ്റാവുന്ന രൂപത്തിലാണ് ഈ ഖുർആനിനെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് എന്ന്. ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ വലിയ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരുണ്ടായിരുന്നു. അറബിയിൽ കവിതകൾ, പ്രഗത്ഭമായ കവിതാ ശേഖരങ്ങളുള്ള, സാഹിത്യത്തിന്റെ അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ അതൊക്കെ മനസ്സിലാകണമെങ്കിൽ, ഇന്നും ആ അറബി കവിതകൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഒരുപാട് വിശദീകരണ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കണം. എങ്കിലേ അന്നത്തെ ആ കവിതകൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. എന്നാൽ ഇവിടെ ഈ ആയത്തുകളുടെ അർത്ഥം വായിച്ചാൽ നമുക്ക് ഒരുപാട് വിവരങ്ങൾ, ഒരുപാട് സംഗതികൾ മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിലാണ് ഖുർആനുള്ളത്. അറബി ഭാഷയിൽ വളരെ ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് എന്ന്. മറ്റൊരു ഭാഗത്ത് ഖുർആൻ പറഞ്ഞത് ഈ ഖുർആൻ അത് ധൃതിപ്പെട്ട് മനഃപ്പാഠമാക്കാൻ വേണ്ടി താങ്കളുടെ നാവ് അതുകൊണ്ട് വേഗതയിൽ ചലിപ്പിക്കേണ്ടതില്ല. ഖുർആൻ അള്ളാഹു ജിബ്രീൽ മുഖേന ഓതിക്കൊടുക്കുമ്പോ, അള്ളാഹുവിൽ നിന്ന് അവതീർണമായ ഖുർആൻ ജിബ്രീൽ ഓതിക്കൊടുക്കുമ്പോ അത് മറന്നു പോകരുത് എന്ന അടിസ്ഥാനത്തിൽ ജിബ്രീൽ ഓതിക്കൊടുക്കുന്ന ആ സമയത്ത് വേഗതയിൽ നാവ് വേഗതയിൽ ചലിപ്പിച്ച് അദ്ദേഹം അത് ഹൃദ്യസ്ഥമാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യേണ്ടതില്ല. നിങ്ങളെ അത് ഹിഫ്ളാക്കാൻ, നിങ്ങൾക്കത് മനഃപ്പാഠമാക്കാൻ നമ്മൾ ബാധ്യതപ്പെട്ടവരാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ട് സമാധാനം നൽകുന്നുണ്ട്. അവിടെ നാവ് എന്ന് തന്നെയാണ് ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവിടെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിടത്ത് ഭാഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ പറഞ്ഞു പോയി. മൂസാ നബി അലൈഹി സ്വലാം പ്രധാനമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന കാര്യവും എന്തുകൊണ്ട് ഹാറൂനിനെ തന്റെ കൂടെ കൂട്ടണമെന്ന വിഷയമൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ സംസാരം ലിസാനി, എനിക്ക് നന്നായി അനായാസം സംസാരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഹാറൂൻ എന്നേക്കാൾ വ്യക്തമായി കൃത്യമായി സംസാരിക്കാൻ സാധിക്കുന്ന, വ്യക്തമായി സംസാരിക്കാൻ കഴിവുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞെടുത്ത് മൂസാ നബി അലൈഹി സ്വലാമയുടെ സംസാരത്തിൽ അദ്ദേഹം വീക്കായിരുന്നു. അദ്ദേഹം അതിന് വേണ്ടത്ര കഴിവില്ലാത്ത ഒരാളായിരുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത് എന്നാണ്. ശരി, നോക്ക്, നമ്മള് മനുഷ്യന്റെ നാവിനെ സംബന്ധിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വ്യത്യസ്തമാണ് ഓരോരുത്തരുടെയും നാവുകൾ. ഓരോരുത്തരുടെയും നാവ്, ആ നാവ് കൊണ്ട് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ആ ഭാഷ വ്യത്യസ്തമാണ്. എല്ലാവർക്കും നാവ് അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ നാവിൽ നിന്ന് വരുന്ന പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ഭാഷകൾ ലോകത്ത് ഉണ്ടാക്കപ്പെടുന്നു. ഇവിടെ എല്ലാം അള്ളാഹു വഖ്തിലാഫുൽ
സൂറത്ത് റൂമിൽ നമ്മൾ പഠിച്ചില്ലേ, വഖ്തിലാഫി അൽസിനത്തിക്കും വാൽവാനിക്കുമെന്ന്. നിങ്ങളുടെ ലിസാനുകൾ വ്യത്യസ്തമാക്കിയതിൽ പ്രത്യേകമായ പാഠങ്ങളുണ്ട് എന്ന് അവിടെ പറഞ്ഞല്ലോ. നമ്മളത് പഠിച്ച വിഷയമാണ്. അധരങ്ങൾ, മനുഷ്യന്റെ ചുണ്ടുകളും നാവുകളും അതിന്റെ ഘടനയിൽ വ്യത്യാസമൊന്നുമില്ല. മനുഷ്യന്റെ മസ്തിഷ്കം ഉണ്ടാക്കിയിരിക്കുന്ന ഘടനയും ഒന്ന് തന്നെയാണ്. എന്നാൽ ഭൂമിയുടെ വിവിധ മേഖലകളിൽ ആ നാവ് കൊണ്ട് സംസാരിക്കുന്ന സംസാരങ്ങൾ വ്യത്യസ്തമാണ്. ഒരേ ഭാഷ സംസാരിക്കുന്ന നാടുകളിൽ പോലും ഗ്രാമങ്ങൾ തോറും സംസാര രീതി വ്യത്യസ്തമാണ്. ഓരോ വ്യക്തിയുടെയും സ്വരവും ഉച്ചാരണവും ശൈലിയും വ്യത്യസ്തമാണ്. നമ്മിൽ ഓരോരുത്തരുടെയും ശബ്ദം, ആ സ്വരം വ്യത്യസ്തമാണ്. നമുക്ക് തന്നെ നമ്മുടെ സ്വരം, നമ്മൾ നാവുകൊണ്ട് സംസാരിക്കുന്ന ആ സ്വരം, സംസാരം, അത് തീവ്രമാക്കാം, മൃദുലമാക്കാം, ഗംഭീരമാക്കാം, ആർദ്രതയുടേതാകാം, അതിശയോക്തി നിറഞ്ഞ വിധത്തിലുള്ളതാകാം. ഇങ്ങനെ വ്യത്യസ്തമായ ശബ്ദങ്ങളൊക്കെ നമ്മുടെ നാവുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഒരാളെ തിരിച്ചറിയാൻ അയാളുടെ ശബ്ദം മതി. അത് വലിയ പ്രത്യേകതയാണ്. ശബ്ദം മുഖേന ഒരാളെ തിരിച്ചറിയുന്നു. മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത് രുചി അറിയുന്നതിനുള്ള ഒരു ഇന്ദ്രിയമാണ്. മനുഷ്യൻ രുചിച്ചറിയുന്നു. പഞ്ചേന്ദ്രിയങ്ങളിൽപ്പെട്ട ഒന്നാണ് രുചിച്ചറിയുക എന്നത്. തൊട്ടറിയുന്നു, കണ്ടറിയുന്നു, കേട്ടറിയുന്നു, മണത്തറിയുന്നു. അതേപോലെ മനുഷ്യൻ രുചിച്ചറിയുന്നു. നാവിന്റെ പുറന്തൊലിയിൽ ഭൂരിഭാഗവും ഉള്ളത് മനുഷ്യന്റെ സ്വാദ് അറിയാനുള്ള മുകുളങ്ങളാണ്. മനുഷ്യരിൽ ഏകദേശം 3000 രസങ്ങൾ അറിയാനുള്ള, സ്വാദറിയാനുള്ള മുകുളങ്ങളുണ്ട്. നമുക്ക് തക്കാളിയുടെ രുചി, അല്ലെങ്കിൽ മിഠായിയുടെ രുചി, ഉപ്പിന്റെ രുചി, അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ, അല്ലെങ്കിൽ ചുവന്ന മുളകിന്റെ, അതൊക്കെ നമ്മുടെ നാവിൽ വെക്കുമ്പോ അതിന് കിട്ടുന്ന രുചി വ്യത്യസ്തമാണല്ലോ. ആ രുചികളൊക്കെ അറിയാൻ പറ്റാവുന്ന രൂപത്തിൽ നാവിന്റെ വിവിധ ഭാഗങ്ങളിൽ അള്ളാഹു അതിന് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് നാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടും കഴിഞ്ഞോ? ഖുർആൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, വലിസാനൻ വശഫത്തൈനി, ഒരു നാവും 2 ചുണ്ടും നിങ്ങൾക്ക് നൽകിയില്ലേ? നാവ്, ചുണ്ട്, പല്ല്, ഇത് മനുഷ്യന്റെ വായയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് മാത്രമാണ് അവിടെ നടക്കുന്നത്. മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം, ഒരു ഉരുള ചോറ് അവൻ വായയിലേക്ക് വെച്ചു കൊടുക്കുമ്പോ ഈ നാവും ചുണ്ടും പല്ലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചവച്ചരക്കുന്നു. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? അവസാനം നാവ് അത് ചവച്ചരച്ചതിന് ശേഷം അത് താഴെ ഭാഗത്തേക്ക്, തൊണ്ടയിലേക്ക് തള്ളിവിടുന്നു. നമ്മളൊരു കോൺക്രീറ്റ് അത് മിക്സ് ചെയ്യുന്ന കോൺക്രീറ്റ് ഒരു മിക്സർ, അതിൽ സിമന്റും മണലും കല്ലും വെള്ളവും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അവസാനം അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് പോലെ മനുഷ്യന്റെ വായിൽ വെച്ചു കൊടുക്കുന്ന ഭക്ഷണം മുഴുവനും അവിടെ അത് പാകപ്പെടുത്തി, ചവച്ചരച്ച് പാകപ്പെടുത്തി, അതിന്റെ സ്വാദറിഞ്ഞ് അത് ചവച്ചരിച്ച് ആ ആവേശത്തോടുകൂടി സ്വാദറിഞ്ഞുകൊണ്ട് ഭക്ഷിച്ച് അതിന്റെ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് എന്നിട്ട് അത് അവസാനം അവന്റെ തൊണ്ടയിലേക്ക് തള്ളിക്കൊടുക്കുന്ന ജോലി കൂടി നിർവഹിക്കുന്ന മനുഷ്യന്റെ നാവ് എന്ന് നമുക്ക് കാണാം. ആ നാവ് അവന് നീട്ടാം, അവന് ചുരുട്ടാം, അവന് വളക്കാം. അതൊക്കെ മുകളിലത്തെ എണ്ണാക്കിന്റെ ചില ഭാഗങ്ങളിൽ തൊടുമ്പോ ചില പ്രത്യേക അക്ഷരങ്ങൾ, ഇടത് ഭാഗത്തേക്ക് നീക്കിയാൽ മറ്റു ചില അക്ഷരങ്ങൾ, താഴേക്ക് വന്നാൽ വേറെ അക്ഷരങ്ങൾ. അങ്ങനെ ആ നാവ് മനുഷ്യന്റെ വായയിലെ വിവിധ ഭാഗങ്ങളിൽ സ്പർശിക്കുമ്പോ, അവന്റെ ചുണ്ടുകളിൽ സ്പർശിക്കുമ്പോ, അവന്റെ മേലെ എണ്ണാക്കിലും താഴെ എണ്ണാക്കിലും ഒക്കെ സ്പർശിക്കുമ്പോ അത് അങ്ങനെ ചുരുട്ടുകയും വളക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യാവുന്ന എല്ലില്ലാത്ത ഒരു അവയവമാണ് മനുഷ്യന്റെ നാവ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള അത്ഭുതങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി
ഏതാനും കാര്യങ്ങൾ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തുക മാത്രം ചെയ്യുന്നു. മനുഷ്യന്റെ വിരലെ അടയാളം പോലെ നാവിന്റെ അടയാളവും വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും നാവിൽ വിരലിന്റെ തുമ്പിലുള്ളതുപോലെ ഉള്ള അടയാളങ്ങളുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യത്യസ്തമാണ്. ഒരാളുടേതും മറ്റൊരാളുടേത് പോലെ ഇല്ല. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വേഗം സുഖം പ്രാപിക്കുന്ന അവയവം നാവാണ്. നാവിന് മുറിവ് പറ്റിയാൽ വായയിലുള്ള ഉമിനീര് കൊണ്ട് തന്നെ വളരെ വേഗതയിൽ ആ നാവിന്റെ മുറിവ് ഭേദപ്പെടുന്നതാണ്. എന്നാൽ നമുക്കറിയാലോ, നാവ് കൊണ്ട് മുറിവേറ്റാലോ, നാവ് കൊണ്ട് മറ്റൊരാളെ മുറിവേൽപ്പിച്ചാൽ ആ മുറിവുണങ്ങാൻ ഏറെ പണിപ്പെടേണ്ടി വരും. ആ മുറിവുണക്കാൻ ഒരുപാട് പണിപ്പെടേണ്ടി വരും. നാവിന് മുറിവ് പറ്റിയാൽ വായയിലുള്ള ഉമിനീര് കൊണ്ട്, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ലഭിക്കുന്ന എന്തെങ്കിലും ലേപനങ്ങൾ കൊണ്ട്, മരുന്നുകൾ കൊണ്ട് ആ നാവിന്റെ മുറിവ് പെട്ടെന്ന് സുഖമാക്കാൻ സാധിക്കും. എന്നാൽ നാവ് കൊണ്ടുണ്ടാകുന്ന മുറിവിന് എവിടെയെങ്കിലും ചെന്ന് അന്വേഷിച്ച് അതിനെ മരുന്ന് കണ്ടെത്താൻ സാധിക്കുകയില്ല. അവൻ തന്നെ അതിനായിട്ട് ശ്രമങ്ങൾ നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ നമുക്ക് നാവിനെ പരിചയപ്പെടുത്തുന്നതാണ്. ഒന്നുകൂടെ അടുത്ത ആയത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇവിടെ മൂസാ നബി അലൈഹി ഇസ്ലാം ഏറ്റവും പ്രധാനമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങൾ ഈ പ്രാർത്ഥന നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. ഖുതുബ പറയുന്ന ആളുകൾ ഖുതുബയുടെ തുടക്കത്തിൽ, പ്രസംഗിക്കുന്ന ആളുകൾ അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ആയത്തുകളാണിവ. പടച്ചോനെ, എന്റെ കാര്യം നീ എളുപ്പമാക്കണം, എന്റെ ഹൃദയം വിശാലമാക്കണം, എന്റെ സംസാരം ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്ന രൂപത്തിൽ നീ എനിക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവ് നൽകണേ എന്നൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. ഇത് നമുക്ക് മാത്രം പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥനയല്ല, നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളാണ്. അബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന ഈ മൂന്ന് കാര്യങ്ങൾ മൂസാ നബി അലൈഹി ഇസ്ലാം ആദ്യമായി ചോദിച്ച ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും ആവശ്യമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇനി ഒന്നും കൂടെ നോക്കൂ, മനുഷ്യന്റെ നാവിനെ സംബന്ധിച്ച് ഖുർആൻ എന്തുമാത്രം പറഞ്ഞു, അതിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച്, അതിന്റെ അനാവശ്യമായ ഉപയോഗത്തെ സംബന്ധിച്ചൊക്കെ മനുഷ്യനെ ബോധ്യപ്പെടുത്തിയിട്ടില്ലേ? മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു മനുഷ്യനും ഒരു ലഫ്ള് പറയുന്നില്ല. മനുഷ്യന്റെ ലഫ്ള് എങ്ങനെയാ വരുന്നത്? അവന്റെ ഉച്ചാരണം വരുന്നത് എവിടെ നിന്നാ? ഈ നാവുകളിൽ നിന്നാണ്. അവൻ ഒരു ലഫ്ളും പറയുന്നില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, അവന്റെ അടുക്കൽ റഖീബുൻ അതീദ് ഉണ്ടായിട്ടല്ലാതെ ഒരാൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ എന്ത് പറഞ്ഞോ, നിങ്ങൾ എന്ത് പറഞ്ഞാലും റഖീബുൻ അതീദ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന തികഞ്ഞ ബോധ്യം ഉണ്ടായിക്കോട്ടെ. അവര് വെറുതെ ഉണ്ടായല്ല, വെറുതെ കൂടെ കൂടിയതല്ല, അത് രേഖപ്പെടുത്തുകയാണ്, എഴുതി വെക്കുകയാണ്, റെക്കോർഡ് ചെയ്യുകയാണ്. വെറുതെ റെക്കോർഡ് ചെയ്യുകയല്ല, ആ കാര്യങ്ങൾ ഓരോന്നും നാളെ പരലോകത്തെത്തുമ്പോ അത് നിങ്ങൾക്ക് തന്നെ സമർപ്പിക്കാനാണ്. എന്നിട്ട് നിങ്ങൾ പറയും, എന്ത് പറ്റി, എന്താണ് ഈ എന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന ഈ റെക്കോർഡിന്റെ അവസ്ഥ? ഒന്നും തന്നെ വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ, ചെറുതും വലുതുമായ ഒരു കാര്യവും തന്നെ ഒഴിവാക്കാതെയാണല്ലോ ഈ റഖീബുൻ അതീദ് എഴുതി വെച്ചിരിക്കുന്നത്. അവരെ ഏതെങ്കിലും സമയത്ത് മാറിക്കളഞ്ഞോ, എന്തെങ്കിലും കൂടുതലോ കുറവോ ഒക്കെ ആയിട്ടാണോ എഴുതി വെച്ചിരിക്കുന്നത്? അല്ലല്ലോ എന്ന് ഓരോ മനുഷ്യനും സ്വന്തം പറയുന്ന ഒരു ദിവസവും കൂടെ ഉണ്ട്. അതിന് ആ കാര്യം ഓർമ്മിക്കാനാണ് നിങ്ങൾ പറയുന്ന എന്തും മിൻ ഖൗലിൽ നിന്നാണ്. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ഖൗല് ഉച്ചരിക്കുകയാണെങ്കിൽ, ലഫ്ളുൻ ഉച്ചാരണം, ലഫ്ളുൻ പദം അങ്ങനെ പറയുകയാണെങ്കിൽ അതൊക്കെ തന്നെയും അവന്റെ അടുക്കൽ റഖീബുൻ അതീദ് രേഖപ്പെടുത്താതിരിക്കുന്നില്ല. ഇനി അവരുടെ രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നും അതിന്റെ രൂപവും ശൈലിയും ഒന്നും നമുക്കറിയില്ലല്ലോ. അതൊക്കെ അള്ളാഹുവിന്റെ
ലോകത്ത് ജീവിക്കുന്ന അള്ളാഹുവിന്റെ ഗൈബിയായ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണല്ലോ മലക്കുകളും ജിന്നുകളും എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ ചർച്ചയ്ക്ക് പോകേണ്ടതില്ല. ശരി, വേറെ എന്താ പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹൽ യകുബുന്നാസ ഫിന്നാർ അലാ വുജൂഹിഹിം ഔ അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മനുഷ്യൻ അവന്റെ മുഖങ്ങളിൽ അവൻ വീഴുന്ന നരകത്തിൽ മുട്ടുകുത്തി വീഴേണ്ടി വരുന്നത് അവർ ചെയ്തു വെച്ച അവർ ചെയ്ത അവർ നാവുകൊണ്ട് ചെയ്ത പ്രവർത്തനങ്ങളുടെ ഫലമല്ലാതെ മറ്റെന്താണ്? നാവുകൾ ചെയ്തത്, നാവുകൾ വിതച്ചത് കൊയ്തെടുക്കുകയാണ് അവിടെ. അങ്ങനെ അവർ അവരുടെ മുഖങ്ങളിൽ മുഖം കുത്തി വീഴാനുള്ള കാരണമെന്ന് പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, തൂബ ലിമൻ അംസകൽ ഫദ്ല മിൻ ലിസാനിഹി വഅൻഫഖൽ ഫദ്ല മിൻ മാലിഹി. ആരാണ് പിടിച്ചു വെച്ചത്, ചെലവഴിക്കാതിരുന്നത്? എന്ത്? തന്റെ നാവിൽ നിന്ന് ഒരുപാട് സംഗതികൾ ബാക്കിയായി വന്നു. ഇനിയും പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല. ചിലതൊക്കെ പറയാനുണ്ട് എനിക്ക്, എന്റെ നാവ് തരിക്കുന്നു പറയാൻ. അങ്ങനെ ഒരുപാട് സംഗതികൾ വീണ്ടും പറയാനുണ്ടായപ്പോ അതൊന്നും പറയാതെ പിടിച്ചു വെച്ചത് ആരാണോ അവർക്കിതാ മംഗളം നേരുന്നു എന്ന്. ആലോചിച്ചു നോക്കൂ, എത്ര അർത്ഥഗർഭമായ വാക്കുകളാണിത് എന്ന്. തുബ, മംഗളം നേരുന്നു, ലിമൻ അംസക്കൽ ഫദ്ല മിൻ ലിസാനിഹി. തന്റെ നാവിന്റെ ഫദ്ല്, തന്റെ നാവിൽ നിന്നും ബാക്കിയായതൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു. പലതും പറയാനുണ്ടായപ്പോ, പലതും പറയണമെന്ന് തോന്നിയപ്പോ, അവന്റെ നാവിങ്ങനെ തരിച്ചു കൊണ്ടിരുന്നപ്പോ വേണ്ട, പറയണ്ട എന്ന് വിചാരിച്ച് പിടിച്ചു വെച്ചവന് അവർക്ക് എന്തായിരുന്നാൽ സന്തോഷ വാർത്ത അറിയിക്കുക. തന്റെ സമ്പത്തിൽ ബാക്കി വന്നതാകട്ടെ അത് ചെലവഴിക്കുകയും ചെയ്തവൻ. സമ്പത്തിൽ ബാക്കി വരുന്നത് ചെലവഴിക്കുന്നവൻ. എന്നാൽ തന്റെ നാവിൽ നിന്ന് ബാക്കി വരുന്നത് ചെലവഴിക്കാതിരിക്കുന്നവൻ. ആ ചീഞ്ഞളിഞ്ഞ വാചകങ്ങൾ, ആ മോശപ്പെട്ട വർത്തമാനങ്ങൾ, അതൊന്നും സമൂഹത്തിലേക്ക് ചെലവഴിക്കാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ ചെലവഴിക്കാതെ പിടിച്ചു വെച്ചവൻ എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ? കഴിഞ്ഞില്ല. ഇന്ന ഫിൽ ജന്നത്തി ഉറഫാ യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ലാഹിരിഹാ അഅദ്ദഹ അല്ലാഹു ലിമൻ അലമൽ കലാമ വഅതഅമ തഅമ. സ്വർഗത്തിലുണ്ട് ചില റൂമുകൾ. ആ റൂമുകളിലുണ്ട് ചില ആളുകൾ. ആ റൂമുകൾ പുറത്തു നിന്ന് അകത്തേക്ക്, അകത്തു നിന്ന് പുറത്തേക്ക് നോക്കാൻ പറ്റാവുന്ന പടക്കു കൊട്ടാരങ്ങളെ പോലെയുള്ള റൂമുകളാണ് അവർക്ക് വേണ്ടി. അതിലാണ് കുറെ ആളുകൾ ഉള്ളത്. ആർക്കാണ് അത് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? അവന്റെ സംസാരം എണ്ണി എണ്ണി ഓരോന്നോരോന്ന് കൃത്യമായി അളന്നെടുത്തുകൊണ്ടാണ് അവൻ സംസാരിച്ചിരിക്കുന്നത്. അവൻ അതേപോലെ സാധുക്കൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തവരായിരുന്നു. ഈ രണ്ട് സ്വഭാവമുള്ളവർക്കാണ് സ്വർഗത്തിൽ ഈ പളുങ്ക് കൊട്ടാരങ്ങൾ. പുറത്തുനിന്ന് അകത്തേക്കും അകത്തുനിന്ന് പുറത്തേക്കും നോക്കുമ്പോ ഏറെ സുന്ദരമായ അനുഭവങ്ങളുള്ള ആ റൂമുകൾ അല്ലാഹു നിറച്ചു വെച്ചിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. വീണ്ടും പറഞ്ഞു, ഇദാ ഹദ്ദസ റജുലുൽ ഹദീസ, ഒരാൾ ഒരു സംസാരം നടത്തുന്നു എന്ന് വിചാരിക്കുക. സുമ്മൽതഫത്ത, അത് കഴിഞ്ഞവൻ അവിടുന്ന് പെട്ടെന്ന് മാറി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഫഹിയ അമാനത്തുൻ, അതൊരു അമാനത്താണ്, അമാനത്തായി മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു വിശ്വസിച്ചേൽപ്പിച്ച ഒരു കാര്യം വിശ്വസ്തത എന്ന പേരിൽ നമ്മൾ പറയുന്ന അമാനത്തായി മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു വാക്ക്, ഒരു കാര്യം പറഞ്ഞ് കുറച്ചു കഴിഞ്ഞിങ്ങോട്ട് വന്നാൽ അത് വെറും വാക്കല്ലോ, അതിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധയോടുകൂടി നിർവഹിക്കപ്പെടേണ്ടത് എന്ന്. കഴിഞ്ഞില്ല. ലാ യസ്തഖീമു അബ്ദുൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. ഒരു മനുഷ്യൻ നേരാകണമെങ്കിൽ അവന്റെ കൽബ് നേരാകണം, ഹൃദയം നേരാകണം.
വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു. അവന്റെ കൽബ് നേരാകണമെങ്കിൽ അവന്റെ ലിസാൻ നേരാകണം. അവന്റെ നാവ് നേരായെങ്കിൽ മാത്രമേ ഹൃദയം നേരാകുള്ളൂ. ഹൃദയം നേരായെങ്കിൽ മാത്രമേ, നേരെയായെങ്കിൽ മാത്രമേ ഓരോരുത്തരും നേരെയാവുകയുള്ളൂ, നന്നാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ആയത്തിലേക്ക് പോകാനുള്ള സമയമില്ല എന്ന് എനിക്കറിയാം, പക്ഷെ പോവുകയാണ്, ശ്രദ്ധിക്കുക. വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉശ്തുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി വജ്അൽ ലീ വസീറൻ മിൻ അഹ്ലി ഹാറൂന അഖീ ഉശ്തുദ് ബിഹി അസ്രി വഅശ്രിക്ഹു ഫീ അംരി. എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ഒരു സഹായിയെ നീ ഏർപ്പെടുത്തുകയും ചെയ്യണമേ. വസീറൻ, ഒരു സഹായിയെ, അതായത് എന്റെ സഹോദരൻ ഹാറൂനെ. ഉശ്തുദ് ബിഹി അസ്രി, അവൻ മുഖേന എന്റെ ശക്തി നീ ദൃഢമാക്കുകയും ചെയ്യണമേ. ഉശ്തുദ് ബിഹി അസ്രി, അവൻ മുഖേന എന്റെ ശക്തി നീ ദൃഢമാക്കണമേ. വഅശ്രിക്ഹു ഫീ അംരി, എന്റെ കാര്യത്തിൽ അവനെ നീ പങ്കാളി ആക്കുകയും ചെയ്യണമേ. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ 8 കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ എണ്ണിപ്പോകുന്നത്. അതിൽപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ് അദ്ദേഹം ഇനി ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരവുമായി ബന്ധപ്പെട്ട, പ്രകൃതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞു. ഇനി ബാഹ്യമായി ചില സഹായങ്ങൾ ആവശ്യമാണ്. അത് മറ്റാരെങ്കിൽ നിന്നുള്ള സഹായത്തെ സംബന്ധിച്ചല്ല അദ്ദേഹം ചോദിക്കുന്നത്. എന്റെ കൂടപ്പിറപ്പായ എന്റെ ഒരു സഹോദരനുണ്ട്, ആ സഹോദരനെ എന്റെ കൂടെ നീ ഈ ദൗത്യത്തിൽ പങ്കാളിയാക്കണേ. ആരെയെങ്കിലും പങ്കാളിയാക്കുന്നതിനെ സംബന്ധിച്ചല്ല, സ്വന്തം സഹോദരനെ പങ്കാളിയാക്കണമെന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാം ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ നമുക്ക് നിർത്താം, വിശദീകരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പോകാം. വജ്അൽ ലീ, എനിക്ക് നീ ഏർപ്പെടുത്തുകയും ചെയ്യണമേ. വാ എന്ന വാക്കുണ്ട്, ഇജ്അൽ എന്ന വാക്കുണ്ട്, ലീ എന്ന വാക്കുണ്ട്. മൂന്നിന്റെയും അർത്ഥം അറിയാം. വസീറുൻ, സഹായി, വസീറുൻ മന്ത്രി, ഇതാണ് നമ്മൾ സാറിന് പഠിച്ചത്. അതിന്റെ അർത്ഥം സഹായി എന്നാണ്. മിൻ അഹ്ലി, എന്റെ കുടുംബത്തിൽ നിന്ന്. ഹാറൂൻ അദ്ദേഹത്തിന്റെ സഹോദരൻ. അഹി, എന്റെ സഹോദരനായ. നീ ശക്തിപ്പെടുത്തേണമേ. ബിഹി, അദ്ദേഹത്തെ കൊണ്ട്, അവനെ കൊണ്ട്. അസ്രി, എന്റെ ശക്തിയെ. അസുറിൻ, നേരത്തെ വിസുർ എന്ന് പറഞ്ഞു, വസീർ പറഞ്ഞു, ഇനി ഇവിടെ അസുറാണ് പറഞ്ഞിരിക്കുന്നത്. അസുറിൻ എന്നത് ശക്തി എന്നാണ് വാക്കിനർത്ഥം. മറന്നു പോകണ്ട ഓരോന്നും, അത് കൃത്യമായിക്കോട്ടെ. പഠിച്ച ഈ വാക്കുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. വഅശ്രിക്ഹു, അവനെ പങ്കാളിയാക്കുകയും ചെയ്യണമേ. ഷിർക്ക് ചെയ്യാന്നാണ് നമ്മൾ ശരീക്കും തന്നില്ല, പങ്കുകാരൻ. അവനെ എന്റെ കൂടെ പങ്കാളിയാക്കണമേ. അശ്രിക്, നീ പങ്കാളിയാക്കുക. അവനെ. ഫീ അംരി, എന്റെ കാര്യത്തിൽ. അമ്രുൻ, കാര്യം, എന്റെ കാര്യത്തിൽ അവനെ നീ പങ്കാളിയാക്കുകയും ചെയ്യണമേ എന്നാണ് മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. ഇതിന്റെ വിശദീകരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ചെറിയ വിശദീകരണത്തിലൂടെ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം അടുത്ത ആഴ്ച. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ശരി സ്വാലിഹായ ആവശ്യങ്ങൾ അള്ളാഹു നമുക്ക് നിർവഹിച്ചു നൽകുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ അനുഭവപ്പെടുന്ന അതിശക്തിയായ മഴ, അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഇല്ലാത്ത വിധത്തിൽ, ശാന്തമായ വിധത്തിൽ, നമുക്ക് ഉപകാരപ്രദമായ വിധത്തിൽ നാട്ടിൽ വർഷിക്കാൻ അള്ളാഹു അതിന്റെ കൊണ്ട് എല്ലാ ഉപകാരങ്ങളും നമുക്ക് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള മഴ നൽകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. അക്രമവും അനീതിയും ലോകത്ത് നടമാടാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി കച്ചകെട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.